ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Deva Star Homes, Punalur. Punalur Electricals and Plumbing near Excise Circle Office, Tolikod, Punalur. Branded കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫാനുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്തകൾ. VS-നെ വെല്ലുവിളിച്ച് ചെന്നിത്തല. തന്റെ പേരിൽ കേസുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും ചെന്നിത്തല അഞ്ചലിൽ. ആവേശം വിതർ സ്ഥാനാർത്ഥികൾ മൂന്നാം ഘട്ട പ്രചരണത്തിലേക്ക്. പുനലൂരിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച്. ഗേജ് മാറ്റ ജോലിക്കെത്തിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുന്നു. പകർച്ചവ്യാധികൾക്കും സാധ്യത. വാർത്തകൾ വിശദമായി. തന്റെ പേരിൽ കേസുകളുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. തന്റെ പേരിൽ കേസുണ്ടെന്ന് തെളിയിച്ച് രാജിവെച്ച് പുറത്തുപോകാൻ താൻ തയ്യാറാണെന്നും ചെന്നിത്തല അഞ്ചലിൽ പറഞ്ഞു. കൊലപാതക കേസ്, ഈ ബലാത്സംഗം നടത്തി കൊലപാതകം നടത്തിയ ഹീനമായ കേസ് ഒരു കാരണവശാലും പ്രതി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിന്റെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം, മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ രാഷ്ട്രീയം പ്രസംഗിക്കുന്നു. ഞാൻ പോയപ്പോൾ എന്നെ തടഞ്ഞു. എനിക്ക് വേണേ പോകാമായിരുന്നു, ഒരു ലാത്തി ചാർജിന് ചിലപ്പോൾ വേണ്ടി വരും എന്ന് മുഖ്യമന്ത്രിയെ തടഞ്ഞു. ഞാൻ ഇത്രയും വൈകിയതിന്റെ കൊല്ലത്ത് പത്രസമ്മേളനം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നെ കുറച്ചു നേരം തടഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഈ പാവപ്പെട്ട ദളിത് യുവതിയുടെ ഈ ദുരന്തത്തിൽ പോലും വോട്ടുണ്ടാക്കാനുള്ള ഏറ്റവും നിന്ദ്യമായ സമീപനമാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഡോക്ടർ യൂനസ് കുഞ്ഞിന്റെ ഇലക്ഷൻ പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിമാരുടെ പേരിൽ കേസുണ്ട് എന്ന് LDF പറയുന്നത് തെറ്റാണെന്നും തന്റെ പേരിൽ ഒരു കേസെങ്കിലും ഉണ്ടായാൽ താൻ കസേരയിൽ നിന്നും ഇറങ്ങുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പറഞ്ഞു, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരുടെ പേരിൽ 134 കേസുകളുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിൽ 34, ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ 9, അങ്ങനെ ഓരോ മന്ത്രിമാരുടെയും പേരിൽ. എന്റെ പേരിൽ ഒരു കേസ് വന്നാൽ അന്ന് ഞാൻ ഈ കസേരയിൽ ഇറങ്ങും എന്നുള്ള കാര്യം യാതൊരു സംശയവും. VS അച്യുതാനന്ദൻ ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വെച്ച് നെടുങ്കൻ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരൂരിലെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് താനൂരിലെ സ്ഥാനാർത്ഥിയെ പറ്റിയാണ്. താനൂരിൽ പ്രസംഗിച്ചത് തിരൂരിലെ സ്ഥാനാർത്ഥിയെ പറ്റിയാണ്. ഇവിടെ വന്നപ്പോഴാണ് കൊടിക്കുന്നിൽ പറഞ്ഞത് കൊല്ലത്തെ മുകേഷിനെ പറ്റി അല്ല പറഞ്ഞത്, കൊല്ലത്തെ നികേഷിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അഴീക്കോട് ചെന്നപ്പോ മുകേഷിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, അച്യുതാനന്ദന്റെ ഉടായിപ്പ് രാഷ്ട്രീയം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തവണ UDF വിജയിപ്പിക്കാൻ പോകുന്നു.
KPCC സെക്രട്ടറി ചാമക്കാല ജ്യോതികുമാർ, DCC സെക്രട്ടറി കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമേന്ദ്രൻ MP, KPCC നിർവാഹക സമിതി അംഗം അഞ്ചൽ സോമൻ, DCC സെക്രട്ടറിമാരായ A സക്കീർ ഹുസൈൻ, MM നസീർ, ഏരൂർ സുഭാഷ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കൈപ്പള്ളി മാധവൻകുട്ടി, UDF സ്ഥാനാർത്ഥി ഡോക്ടർ യൂനസ് കുഞ്ഞു തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വിദേശ മദ്യവും കഞ്ചാവുമായി യുവാവിനെ പുനലൂർ പോലീസ് പിടികൂടി. പുനലൂർ മൂർത്തിക്കാവൻ സമീപത്ത് നിന്നാണ് പ്രതി പിടിയിലായത്. മൂർത്തിക്കാവ് ചരുവിള വീട്ടിൽ മഹേഷ് ആണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 7-നായിരുന്നു സംഭവം. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തി വന്നിരുന്നയാളാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. 35 ഗ്രാം കഞ്ചാവും 2.5 ലിറ്റർ വിദേശ മദ്യവുമാണ് പോലീസ് പിടിച്ചെടുത്തത്. പുനലൂർ SI CK മനോജിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണ കേസുകളിലും കഞ്ചാവ് കേസുകളിലും പ്രതിയായ പുനലൂർ വില്ലേജിൽ മാർക്കറ്റ് മുറിയിൽ മൂർത്തിക്കാവ് ചരുവിള പുത്തൻ വീട്ടിൽ ശശിമകൻ മഹേഷ്, നരിമഹേഷ് എന്ന് വിളിക്കുന്ന മഹേഷിന് വൈകിട്ട് പുനലൂർ പോലീസ് അനധികൃതമായ മദ്യ വിൽപ്പനയ്ക്കും കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ അറസ്റ്റ് ചെയ്തു. പുനലൂരിലെ വിവിധ ഭാഗങ്ങളിലായി കുട്ടികൾ, സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ, കുട്ടികൾക്കും തമിഴ്നാട് സ്വദേശികൾക്കും ഉൾപ്പെടെ വിവിധ ആൾക്കാർക്ക് കഞ്ചാവ് പൊതികൾ വിതരണം ചെയ്യുന്ന ഒരു ചെങ്ങലയിലെ കണ്ണിയാണ് ഇയാൾ. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇയാൾക്കെതിരെ ഗുണ്ടാനിയമപ്രകാരമുള്ള നിയമ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല റിയ എസ്റ്റേറ്റിലെ താൽക്കാലിക ജീവനക്കാർ പണിമുടക്കി പ്രതിഷേധിച്ചു. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരെയായിരുന്നു സമരം. ബുധനാഴ്ച ഉച്ചയോടെയാണ് എസ്റ്റേറ്റ് മാനേജരെ ഉപരോധിച്ചത്. എസ്റ്റേറ്റിൽ താൽക്കാലിക തൊഴിലുകൾക്ക് പുറത്തുനിന്നും ആളെ കൊണ്ടുവന്ന മാനേജ്മെന്റ് നടപടിക്കെതിരെയാണ് തൊഴിലില്ലാതെ നിൽക്കുന്ന യുവാക്കൾ സമരവുമായി എത്തിയത്. പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതിനായി പരിമിതമായ സ്ഥിരം ജീവനക്കാരെയും പുറത്തുനിന്നും തൊഴിലാളികളെ എത്തിച്ചതുമാണ് എസ്റ്റേറ്റിൽ താമസിച്ചു വരുന്ന തൊഴിൽ രഹിതരെ ചൊടിപ്പിച്ചത്. ഇതുകൂടാതെ എസ്റ്റേറ്റിൽ സ്ഥിരം തൊഴിലാളികളുടെ തൊഴിൽ കാലാവധി മാനേജ്മെന്റ് വെട്ടിച്ചുരുക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. ഓമന എന്ന തൊഴിലാളിയുടെ കാലാവധി 2023 പൂർത്തിയാകാനിരിക്കെ മാനേജ്മെന്റ് ഇത് വെട്ടിത്തിരുത്തി 2017 ആക്കിയതിന് മറുപടി പറയണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ഓമനയുടെ ജനനത്തീയതിയും വെട്ടിത്തിരുത്തിയിട്ടുണ്ട്. അവര് എന്റെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഞാൻ ലീവിന്റെ ബുക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ഞാൻ രണ്ടാമത് എനിക്ക് ലീവ് 13 ലീവിൽ എനിക്ക് തന്ന് അതിലെനിക്ക് ഞാൻ ബുക്ക് വാങ്ങിച്ചാൽ നോക്കിയപ്പം കാണാം എൻ്റെ 6 വർഷത്തെ കുറച്ചേക്കുന്നത് 2017 എനിക്ക് മാറണമെന്നും പറഞ്ഞാൽ തന്നേക്കുന്നേ. തൊഴിൽ രഹിതർ എസ്റ്റേറ്റിലുള്ളപ്പോൾ പുറത്തുനിന്നും ആളെ കൊണ്ടുവന്ന് തൊഴിൽ ചെയ്യിപ്പിക്കുന്ന മാനേജ്മെന്റ് നടപടി പുനഃപരിശോധിക്കണമെന്ന് സ്ഥലത്തെത്തിയ CPM ഏരിയ സെക്രട്ടറി S ബിജു പറഞ്ഞു. മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളെ വെച്ചും തൊഴിൽ ചെയ്യിക്കുന്നതിനു വേണ്ടി മാനേജ്മെന്റ് ശ്രമം തുടരുകയാണ്. അതിനെ തുടർന്ന് ഇവിടുത്തെ ഈ നിലയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള തൊഴിലാളികളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ വന്ന് അങ്ങനെ ചെയ്തിട്ടുള്ള താൽക്കാലിക തൊഴിലുകൾ ഇന്ന് രാവിലെ തടയുകയുണ്ടായി. അതിൽ പ്രധാനമായി പ്ലാസ്റ്റിക് ഇടുന്ന വേലയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് തടഞ്ഞു. ടാപ്പിംഗുകാരായ തൊഴിലാളികൾ ടാപ്പിംഗ് തുടരുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള താൽക്കാലിക ജോലികൾ നിർത്തിവെക്കുകയും ചെയ്യണം എന്ന നിലയിലേക്ക് മാനേജ്മെൻറ്റുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയെ തുടർന്ന് ധാരണയായിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് ഇതു സംബന്ധിച്ച് ഓഫീസിൽ ചർച്ച നടത്താം എന്ന് ധാരണയായിട്ടുണ്ട്. ആ ചർച്ചയെ തുടർന്ന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. തിങ്കളാഴ്ച മാനേജ്മെന്റുമായി ചർച്ച ചെയ്തതിനു ശേഷം തുടർ പരിപാടികളെ കുറിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPM നേതാവ് VS മണി, R സുരേഷ്, DYFI നേതാവ് സന്തോഷ്, ട്രേഡ് യൂണിയൻ കൺവീനർമാരായ വിജയൻ, വിനോദ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. ആവേശം വിതറി പത്തനാപുരത്ത് താരപോരാട്ടം കടുക്കുകയാണ്. വികസനവും വികസന മുരടിപ്പും സ്വീകരണ വേദികളിലും ചർച്ചയാകുന്നു. സ്ഥാനാർത്ഥികൾ 3ാം ഘട്ട പ്രചരണ പരിപാടിയിലാണ്. താരപോരാട്ടം കൊണ്ട് ശ്രദ്ധേയമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ 3ാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വികസനവും വികസന മുരടിപ്പുമെല്ലാം സ്വീകരണ വേദികളിലും ചർച്ചയാകുന്നു. UDF സ്ഥാനാർത്ഥി PV ജഗദീഷ് കുമാർ പിറവന്തൂർ, പട്ടാഴി വടക്കേക്കര, വെട്ടിക്കവല, വിളക്കുടി പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. സമീപ മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തനാപുരത്ത് കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായില്ലെന്നാണ് PV ജഗദീഷ് കുമാറിന്റെ അഭിപ്രായം. മാത്രമല്ല UDF സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കായി ജഗദീഷ് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലാണ് NDA സ്ഥാനാർത്ഥി രഘു ദാമോദരന്റെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കമായത്. മണ്ഡലത്തിൽ വികസന മുരടിപ്പ് ദൃശ്യമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിന് BJP MLA ഉണ്ടാകണമെന്നും രഘു ദാമോദരനും അഭിപ്രായപ്പെടുന്നു. സ്വീകരണ യോഗങ്ങളിലെല്ലാം തന്നെ വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്. രാത്രി വൈകിയും പലയിടത്തും സ്വീകരണ പരിപാടികൾ നടക്കുകയാണ്. കടുത്ത വേനൽ ചൂടിനും കെടുത്താനാകാത്ത ആവേശവുമായാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും.
ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. Pushpagreel Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpagreel, happy kids, children play, learn and grow together. Bus facilities are available. Pushpagreel Central School, Edaman 34. Managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. വിദ്യാവിജയത്തിന്റെ സൂര്യ തേജസ്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ മഹത്തായ 30ാം വർഷത്തിലേക്ക്. +1, +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ്. ഫസ്റ്റ് BA, BCom ക്ലാസുകൾ +2 റിസൾട്ടിന് ശേഷവും MA, MCom ക്ലാസുകൾ ഡിഗ്രി റിസൾട്ടിന് ശേഷവും ആരംഭിക്കുന്നു. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് മാറ്റത്തിന്റെ പുത്തൻ തരംഗവുമായി ലഷ് കോസ്മെറ്റിക്. അത്യാധുനിക രീതിയിൽ തികച്ചും വ്യത്യസ്തമായി ഒരു സൗന്ദര്യ സംരക്ഷണ കലവറ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രീ ബ്രൈഡൽ പാക്കേജസ്, അക്കാദമി വിത്ത് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്. ലഷ് കോസ്മെറ്റിക്, SN കോളേജ് ജംഗ്ഷൻ, ചെമ്മന്തൂർ, പുനലൂർ. കൊട്ടാരക്കര വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് 7ാം വയസ്സിലേക്ക്. വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി കൊട്ടാരക്കരയിൽ ഞാൻ എത്തുന്നു. മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. മറക്കണ്ട, മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം. ഫോൺ 0475233500. പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി വിവിധ നിക്ഷേപ പദ്ധതികൾ. സേവിങ്സ്, ഹോം സേഫ്, കറന്റ് ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയംവർദ്ധിനിയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10ാം വർഷത്തിലേക്ക്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. കോഴ്സ് പൂർത്തിയാക്കിയാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474245339. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രമുഖ സ്ഥാപനം. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ.
For admission contact. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. അക്ഷയ തൃതീയ നാളിൽ പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വർണം വാങ്ങൂ. വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാക്കൂ. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയും പാരമ്പര്യവുമുള്ള പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഈ അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങൂ. ഈ പവിത്ര സ്വർണത്തിലൂടെ വർഷം മുഴുവൻ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിർത്തൂ. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. BAS 916 ഹാൾമാർക്ക് ജ്വല്ലറി. തെരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതലയുടെ ഭാഗമായി പുനലൂരിലെത്തിയ കേന്ദ്ര സേനാംഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തി. ഒരു കമ്പനി CISF സേനയാണ് പുനലൂരിൽ ക്യാമ്പ് ചെയ്യുന്നത്. CISF അസിസ്റ്റന്റ് കമാൻഡന്റ് ഹെർമൻ ടോപ്പടയുടെ നേതൃത്വത്തിൽ 83 അംഗ സേനാംഗങ്ങളാണ് ഒരു കമ്പനിയിൽ ഉള്ളത്. CISF പശ്ചിമബംഗാളിൽ നിന്നുള്ള കമ്പനിയാണ് പുനലൂരിൽ ക്യാമ്പ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് കേന്ദ്രസേന പുനലൂരിലെത്തിയത്. കഴിഞ്ഞ ദിവസം കരവാളൂരിലും വ്യാഴാഴ്ച അലിമുക്കിലും സേനാംഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തി. ഇരുപതാം തീയതി വരെ സേനാംഗങ്ങൾ പുനലൂരിൽ ഉണ്ടാകും. പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സേനാംഗങ്ങളുടെ ക്യാമ്പ്. വരും ദിവസങ്ങളിലും സേനാംഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ റൂട്ട് മാർച്ച് നടത്തും. പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ട് എന്നുള്ള വിവരത്തെ തുടർന്നാണ് കേന്ദ്ര സേനാംഗങ്ങൾ പുനലൂരിൽ ക്യാമ്പ് ചെയ്യുന്നത്. റൂറൽ ഏരിയയിൽ കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കേന്ദ്രസേന വിന്യസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ CSF ഒരു DYSPയുടെയും ഒരു CAയുടെയും 3 ASIമാരുടെ നേതൃത്വത്തിൽ 85 പേര് അടങ്ങുന്ന ഒരു കേന്ദ്രസേനയാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ സെന്റ് തോമസ് സ്കൂളിലേക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ലോക്കൽ പോലീസിനെ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ സഹായിക്കുന്നതിന് വേണ്ടിയും സെൻസിറ്റീവും അതുപോലെ ക്രിട്ടിക്കലുമായിട്ടുള്ള ബൂത്തുകൾ കവർ ചെയ്യുന്നതിനും മറ്റ് സമാധാന മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഇവരെ വെപ്പൺസ് സഹിതം നമ്മളിവിടെ കളക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഒരു ദിവസം 2 പ്രാവശ്യം രാവിലെ 8 മണി മുതൽ 11 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയും വെച്ചവരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ജംഗ്ഷനിലും വെച്ചവരെ റൂട്ട് മാർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ TB ജംഗ്ഷൻ മുതൽ ചെമ്മന്തൂർ വരെ ഇവരെ റൂട്ട് മാർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടി റൂട്ട് മാർച്ച് ചെയ്തിട്ടുണ്ട്. ലോക്കൽ പോലീസിനെ ഈ ഇലക്ഷനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. NDA കുളത്തൂപ്പുഴ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിസിൽ ഫെർണാണ്ടസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ KSRTC ഡിപ്പോയ്ക്ക് സമീപമാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഓഫീസിന്റെ ഉദ്ഘാടനം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിസിൽ ഫെർണാണ്ടസ് നിർവഹിച്ചു. ഒറ്റപ്പെട്ട കിടക്കുന്ന സ്ഥലമാണ്. അവിടെ വഴി, വൈദ്യുതി, വെള്ളം, അതോടൊപ്പം തന്നെ കർഷകർക്ക് ആർക്കും തൊഴിലാളികൾക്ക് പട്ടയം നൽകിയിട്ടില്ല. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് NDAക്ക് ഇപ്പോൾ ഉള്ളത്. NDAയുടെ ഒരു MLA ജയിച്ചു വന്നാൽ തീർച്ചയായിട്ടും റോസ്മലയിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവൃത്തികളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിരിക്കും. അവരുടെ ആരോഗ്യ മേഖലയിൽ വളരെ പിന്നോക്കം ചെന്ന സ്ഥലമാണ്. നല്ലൊരു ഹെൽത്ത് സെൻ്ററോ നല്ലൊരു ആശുപത്രി കിടത്തി ചികിത്സിക്കത്തക്കതായിട്ടുള്ള ആശുപത്രി അവിടെ ഇല്ല. അതുപോലെ തന്നെ സ്കൂളുകൾ നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള സ്കൂൾ അവിടെ ഇല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ട് റോസ്മലയ്ക്ക് പുറത്ത് കൊളുത്തുപ്പുഴ വരെ വരേണ്ടി വരുന്ന സാഹചര്യമാണ്. ഉദ്ഘാടന ചടങ്ങിനെ BJP പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, നിയോജക മണ്ഡലം സെക്രട്ടറി വാസുദേവൻ, യുവമോർച്ച സംസ്ഥാന സമിതി അംഗം അരുൺ ചന്ദ്രശേഖർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ദളിത് യുവതി ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രതിഷേധ ജ്വാലയും പ്രകടനവും സംഘടിപ്പിച്ചു. CPM പുനലൂർ ഏരിയ സെക്രട്ടറി S. ബിജു പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു.
CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. CPM പുനലൂർ ഏരിയ സെക്രട്ടറി S. ബിജു പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാത്ത ഒരു ആക്രമണമാണ് ജിഷ എന്ന പെൺകുട്ടിക്ക് നേരെ പെരുമ്പാവൂരിലുണ്ടായത്. ഈ സംഭവത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുന്നതിനോ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേരളമാകെ ഒരു പ്രക്ഷോഭത്തിലേക്ക് വന്നിട്ടുള്ളത്. വിവിധ യുവജന സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും എല്ലാം നേതൃത്വത്തിൽ കേരളത്തിലാകമാനം അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ അലയടിച്ചു വരികയാണ്. യുവജന നേതാക്കളായ ഷൈൻ ദീപു, പ്രവീൺ കുമാർ, പ്രേം സിംഗ്, അഡ്വക്കേറ്റ് അൻസർ, സതേഷ്, അൻവർ, ശ്യാംലാൽ, ലാൽകൃഷ്ണ, ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റ ജോലികൾക്കായി എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ്. രോഗങ്ങൾ പടർന്നു പിടിക്കാനും ഇവർക്കിടയിൽ സാധ്യത ഏറെയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇടമൺ റെയിൽവേ സ്റ്റേഷന്റെ എതിർവശത്തെ ടാർപോളിൽ വലിച്ചുകെട്ടി മണ്ണിൽ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുകയാണ് തൊഴിലാളികൾ. ഇവർക്ക് കുടിവെള്ളം നൽകാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ യാതൊരു സൗകര്യവും റെയിൽവേ ഒരുക്കിയിട്ടില്ല. എന്നാൽ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടമണ്ണിലെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തിച്ച് ഇവരുടെ പ്രശ്നം കൂടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇവർ മാലിന്യങ്ങൾ ദിവസങ്ങളായി ഇവിടെ തന്നെ വലിച്ചെറിയുന്നതിനാൽ ദുർഗന്ധം വമിക്കുന്നുവെന്നും മഴ പെയ്താൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി. എന്നാൽ തൊഴിലാളികൾ മലമൂത്ര വിസർജനം ഉൾപ്പെടെ പ്രദേശത്ത് നടത്തുന്നതിനാൽ ആരോഗ്യ പ്രശ്നം ഉടലെടുക്കുമെന്നും അധികാരികൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ സുനിൽകുമാർ അറിയിച്ചു. ഒട്ടും സുരക്ഷിതമല്ലാത്ത ടെന്റുകളിൽ പാർപ്പിച്ച് പണിയെടുപ്പിക്കുന്നത് കുറച്ചധിക ദിവസങ്ങളായി കണ്ടുവരികയാണ്. ഇവിടെ ഈ ആളുകൾ ഇവിടെ താമസിച്ച് അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പറ്റുന്ന സാഹചര്യം ഒരുക്കാതെ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണാം, കാണുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് വാർഡ് മെമ്പർ, ഈ വാർഡിലെ മെമ്പർ എന്നുള്ള തരത്തിൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഈ ആളുകളെ ഇങ്ങനെ താമസിപ്പിക്കുന്നത് ഒഴിവാക്കിയില്ല എങ്കിൽ അടിയന്തരമായി ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നുള്ള. ജനപ്രതിനിധികളോടൊപ്പം പുനലൂർ അഡീഷണൽ തഹസിൽദാർ ബിജുലാൽ, ഇടമൺ വില്ലേജ് ഓഫീസർ പ്രസാദ്, തെന്മല പോലീസ് സബ് ഇൻസ്പെക്ടർ ബെന്നി ലാലു എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യത്തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in Computer Science and Engineering. Department of Management Studies offers. The MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. കഴിഞ്ഞ
32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് വിട്രിഫൈഡ് ടൈൽസ്. ഗുണനിലവാരം, വിശ്വസ്തത, വേഗത, സുതാര്യത ഞങ്ങളുടെ മുഖമുദ്ര. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാത്ത്. എനിക്ക് 5 വർഷമായിട്ട് തലവേദനയുടെ അസ്വസ്ഥതയായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു, എന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, കഫം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പത്തനാപുരത്ത് ആയുർശ്രീ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. ഫ്രണ്ടിന് നല്ല ആശ്വാസം കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഡോക്ടറോട് വിവരമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 1 മാസമായി നഴ്സിംഗ് ചെയ്തിട്ട് എന്നും ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്ര തലവേദനയായിരുന്നു, ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അവിടുത്തെ മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല, കാരണം എൻ്റെ കംപ്ലീറ്റ് ആ അസ്വസ്ഥത എന്നെ മാറിക്കഴിഞ്ഞു. ആയുർശ്രീക്ക് നന്ദി. ആയുർശ്രീ ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ, വ്യാപാര ഭവൻ, പത്തനാപുരം, ഇലക്ട്രിസിറ്റി ഓഫീസിന് എതിർവശം, കരുനാഗപ്പള്ളി. പഠനം കഴിഞ്ഞാൽ ഉടനൊരു ജോലി ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ഏവിയേഷൻ, ടൂറിസം, നഴ്സിംഗ് ലോകത്തിലെ ഏറ്റവും മുന്തിയ തൊഴിൽ ദാതാക്കളായി ഈ നൂറ്റാണ്ടിന്റെ തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്നു. ECR മെറിഡിയൻ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BHM ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. എലിജിബിലിറ്റി +2 or HSC പാസ്. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ബന്ധപ്പെടേണ്ട നമ്പർ 9562525225, 9656360357, ലാൻഡ് ഫോൺ 047424726226. NDയുടെ അഞ്ചൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. BJP കൊല്ലം ജില്ലാ സെക്രട്ടറി വൈക്കൽ സോമൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാന്തരമായിട്ടുള്ള ഒരു മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യമായിട്ടാണ് ഈ കേരളത്തിൽ ഈ ഭാരതീയ ക്ഷേത്രത്തിൽ മത്സരിക്കുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. 60 വർഷത്തെ ഈ കേരളത്തിലെ ഭരണത്തിലൂടെ 2 മുന്നണികളും 20ഓളം ഗവൺമെന്റുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ സൃഷ്ടിച്ചു. 60 വർഷത്തെ ഭരണത്തിൽ 20 ഗവൺമെന്റുകൾ ഈ കൊച്ചു കേരളത്തെ ഭരിച്ചപ്പോൾ ഉണ്ടായ നേട്ടം എന്താണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. BDJS മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിനു സത്യൻ അധ്യക്ഷത വഹിച്ചു. NDA പുനലൂർ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിസിൽ ഫെർണാണ്ടസ്, BJP അഞ്ചൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബേബി കളീക്കൽ, പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം നേതാക്കളായ മാധവൻ പിള്ള, സുരേഷ്, ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പെരുമ്പാവൂരിൽ കൊല ചെയ്യപ്പെട്ട ദളിത് യുവതി ജിഷയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള മുനിസിപ്പൽ ആൻഡ് സ്റ്റാഫ് യൂണിയൻ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യവും സമരത്തിൽ ശക്തമായിരുന്നു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം S. സരസ്വതി അമ്മ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലായ്മ അനുഭവപ്പെടുന്നു. ഈ സ്ത്രീകളുടെ നേരെയുള്ള ഈ കടന്നാക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്കും ഈ സ്ത്രീ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒറ്റക്കെട്ടായും പറയാനുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യാതൊരു കാരണവശാലും ഇത് വച്ചു പൊറപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവിടുത്തെ ഗവൺമെന്റിനും യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വവും സ്ത്രീകളുടെ നിലയില്ല. എവിടെ എന്തനുഭവപ്പെട്ടാലും അത് സ്ത്രീയാണ്. എന്തിനേറെ പറയുന്നു, സ്ത്രീകളുടെ പുറകെ പോകുന്ന കുറെ ആഭാസന്മാരാണ് ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് രംഗത്തുള്ളത്. P. സത്യാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സന്ധ്യാമോൾ, പ്രിയ, അഖില തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവിളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VS-നെ വെല്ലുവിളിച്ച് ചെന്നിത്തല. തന്റെ പേരിൽ കേസുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും ചെന്നിത്തല അഞ്ചലിൽ. ആവേശം ഇതര സ്ഥാനാർത്ഥികൾ 3ാം ഘട്ട പ്രചരണത്തിലേക്ക്. പുനലൂരിൽ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച്. ഗേജ്
കൈമാറ്റ ജോലിക്കെത്തിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുന്നു. പകർച്ചവ്യാധികൾക്കും സാധ്യത. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക.